അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പേഴ്സ് അല്ലേ പഠിച്ചു. നമ്മള് ഓൾമോസ്റ്റ് എല്ലാ അതും ഇതിൽ പഠിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻസ് പഠിച്ചു, കുറെ ലോകൾ പഠിച്ചു, പിന്നെ നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അത് കഴിഞ്ഞു. 11 നമ്പേഴ്സിന്റെ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾക്ക് ഇനി ഇതില് വളരെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുള്ളൂ. നമ്മൾ അന്ന് കണ്ടിരുന്നു ഐഡന്റിറ്റി എലമെന്റ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് 1, പ്രോപ്പർട്ടീസ് ഓഫ് 0, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. യെസ്, ഓക്കെ. സാൽവിയ പേര് കിട്ടി കേട്ടോ. റൈറ്റ്, ഓക്കെ. സോറി, എയ്തൻ ആൻഡ് ഗബ്രിയോ പേരിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ. വേറെ ഒരു പേരിൽ നിന്നല്ലേ എയ്തനും ഗബ്രിയോയും ജോയിൻ ചെയ്യാറ്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഡൗട്ട് ആയത്. റൈറ്റ്. ലാസ്റ്റ് മാത്സ് ക്ലാസ് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാണാത്തവരൊക്കെ കാണുക കേട്ടോ. ഓക്കെ. അപ്പൊ പിന്നെ അഭിനന്ദ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് മാത്സ് ക്ലാസ് കാണാത്തവരൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്, കാണുക കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് ഗ്രൂപ്പിലേക്ക് വീഡിയോയും നോട്ട്സും ഒക്കെ കൂടിയൊക്കെ ഇടാം. ഓക്കെ. അപ്പൊ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പേഴ്സ് നമ്മൾ ഈ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ തന്നെ പറഞ്ഞതുപോലെ കുറെ ലോസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റിയിലേക്ക് കടന്നു. അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. നോക്കാം. ഓക്കെ. നമ്മൾ ആദ്യം ഹോൾ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നാണ് തുടങ്ങിയത്. ഏത് നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. പിന്നെ അത് പാലിക്കുന്ന കുറച്ച് നിയമങ്ങൾ, അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫസ്റ്റ് ലോ, ക്ലോഷർ ലോ അല്ലെങ്കിൽ അടച്ചത്വ നിയമം എന്ന് പറയുന്ന ഫസ്റ്റ് ലോയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ലോ നമ്മുടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ഒബേ ചെയ്യുന്നുള്ളൂ. ഡിവിഷനും സബ്സ്ട്രാക്ഷനും ഹോൾ നമ്പേഴ്സിന്റെ അടിച്ചത്വ നിയമം പാലിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്തായിരുന്നു, കമ്മ്യൂട്ടേറ്റീവ് ലോ അല്ലേ. കൂട്ടലും ഗുണിക്കലും മാത്രം തന്നെയാണ് ആ കമ്മ്യൂട്ടേറ്റീവ് ലോയും പാലിക്കപ്പെടുന്നുള്ളൂ. സബ്സ്ട്രാക്ഷനും ഡിവിഷനും കമ്മ്യൂട്ടേറ്റീവ് ലോനെ ഒബേ ചെയ്യുന്നില്ല. പിന്നെ അസോസിയേറ്റീവ് ലോ, എഗെയിൻ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമാണ് അസോസിയേറ്റീവ് ലോ. ഗ്രൂപ്പിംഗ് വരുന്നതാണ്. 3 നമ്പേഴ്സ് വരുമ്പോൾ ഗ്രൂപ്പിംഗ് വരുന്ന സംഭവമാണ് അസോസിയേറ്റീവ് ലോ. ഈ പറഞ്ഞ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമാണ് അസോസിയേറ്റീവ് ലോയും പാലിക്കുന്നുള്ളൂ. പിന്നെ വന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെയും അഡീഷനെയും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനെയും സബ്സ്ട്രാക്ഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലോ ആയിരുന്നു. അത് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റീസ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, ഞാൻ ഹന്നയുടെ പേര് വിളിച്ചല്ലോ, വിളിച്ചില്ലേ? വിളിച്ചു, ഞാൻ ഹന്നയുടെ പേര് വിളിച്ചു കേട്ടോ. അപ്പൊ ആരാ പുതിയത് വന്നേക്കണേ? ആർജവ് അനീഷ്. പുതിയ ആളാണോ ആർജവ്? അധികം പരിചയമില്ലാത്ത പേരാണല്ലോ. ഓക്കെ. ഹായ് റാദുൽ, ഞാൻ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടം വരെയല്ല, ഇത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റീസും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഐഡന്റിറ്റി എലമെന്റ്സ്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമുക്കിപ്പോ ഈ ഐഡന്റിറ്റി എലമെന്റ്സും കൂടി ഇന്ന് എന്തായാലും ഈ ചാപ്റ്റർ തീർന്നിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇന്ന് എന്തായാലും ഈ ചാപ്റ്റർ തീരും, കാരണം വളരെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉള്ളൂ ഇതിലെടുക്കാനായിട്ട്. ഓക്കെ, റൈറ്റ്. സോ ആൻഡ്രിയ, അഭിനന്ദ്, കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെയുള്ളതൊക്കെയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ 31 വ്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ 31 പേരും പേരിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരും പേരൊക്കെ ഇടാം കേട്ടോ. ഓക്കെ. അർജുൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഐഡന്റിറ്റി എലമെന്റ്സ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഐഡന്റിറ്റി, നമ്മൾ ആരാണ്, നമ്മൾക്കുള്ള ഒരു കുറെ യൂണിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആരാണ് എന്നുള്ളത് തെളിയിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആരാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നാൽ അവസാനം നമ്മൾ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെടുന്നതാണ് ഐഡന്റിറ്റി. നമ്മുടെ ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഐഡന്റിറ്റി കാർഡ് എന്താ, നമ്മൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ആയിട്ടുള്ളൊരു പ്രൂഫ് ആണ് അല്ലെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത്.
അപ്പൊ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവസാനം നമ്മൾ തന്നെയാണ് എന്ന് വരുന്നത്. അവസാനം നമ്മൾ തന്നെയായിരിക്കും. അതാണ് ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് പേരൊക്കെ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ന്യൂ ആണ്, ആദ്യത്തെ ക്ലാസ് ആണ്. നോട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. നോട്ട്സ് ഒക്കെ ഇന്ന് ഗ്രൂപ്പിലേക്ക് വരുവേ, ആരും പേടിക്കണ്ട. ഞാൻ ഇടുമ്പോ പഴയ നോട്ട്സുകളും കൂടിയിട്ടാണ് ഇടാറുള്ളത്. പിന്നെ ആരാണ്? അലൻ ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ അനശ്വര പനിയാണെന്ന് പറയുന്നുണ്ട്, റെസ്റ്റ് ചെയ്യും കേട്ടോ. നാളെ മലയാളം എക്സാം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ്സിലേക്ക് പോകാം. 0 is the identity element for addition and 1 is the identity element for multiplication. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ അഡീഷനില്, കൂട്ടലില് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഏതൊരു നമ്പറിന്റെ കൂടെയും 0 ആഡ് ചെയ്ത് കഴിഞ്ഞാല് ആ നമ്പർ തന്നെയല്ലേ കിട്ടുക, അല്ലേ? ഏതൊരു നമ്പറിന്റെ കൂടെയും 0 ആഡ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ആയിട്ട് ആ നമ്പർ തന്നെയാണ് കിട്ടുക, അല്ലേ? അപ്പോ ആ നമ്പറിന്റെ ഐഡന്റിറ്റി അവിടെ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ ആ നമ്പർ ഏതായിരുന്നോ ആ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോഴും ആ നമ്പർ സെയിം തന്നെയാണ്. അതാണ് ഐഡന്റിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂട്ടലില് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. കൂട്ടുമ്പോ ഏതൊരു നമ്പറിന്റെ കൂടെയും 0 കൂട്ടിയാല് അല്ലെങ്കിൽ 0ത്തിന്റെ കൂടെ ഏതൊരു നമ്പർ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയായിരിക്കും. അപ്പൊ ആ നമ്പറിന്റെ ഐഡന്റിറ്റി അവിടെ കീപ്പ് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് 2 ആയിരുന്നു, 0 ആയിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും അത് 2 തന്നെയായിരിക്കും. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 3 ആയിരുന്നു, 0 ആയിട്ടുള്ള ഈ അഡീഷൻ കഴിഞ്ഞപ്പോഴും അത് 3 തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അഡീഷൻ അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ കീപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു നമ്പർ ആണോ 0യുടെ കൂടെ കൂട്ടുന്നത്, ആ കൂട്ടുന്ന നമ്പറിന്റെ ഐഡന്റിറ്റി കൂട്ടുന്നതിന് മുന്നേ ആ നമ്പർ ഏതായിരുന്നോ അത് കൂട്ടിക്കഴിഞ്ഞാലും ആ നമ്പറിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് 0 എന്ന് പറയുന്നത് അഡീഷനിലത്തെ, കൂട്ടലിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ് എന്ന് പറയുന്നത്. നോട്ട്സ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ. എപ്പോഴും നോട്ട്സ് എഴുതുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുന്നത് ഏറ്റവും ബെറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോ കൂട്ടലിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഇനി ഗുണിക്കൽ നോക്കിയേ നിങ്ങള്. ഏതൊരു നമ്പറിന്റെ കൂടെയും 1 കൊണ്ട് നമ്മൾ ഗുണിച്ചാല് ആ നമ്പർ തന്നെയാണ് അല്ലെ കിട്ടുക, അല്ലേ? അപ്പൊ അതാണ് ഗുണിക്കലിലത്തെ ഐഡന്റിറ്റി എലമെന്റ്. നോക്കിയോക്കോ, നമുക്കൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലെ. കൂട്ടലില് 2 + 0 എന്ന് പറയുന്നത് 2. അപ്പൊ കൂട്ടുന്നതിന് മുന്നേ അത് 2 ആയിരുന്നു, കൂട്ടി കഴിഞ്ഞപ്പോഴും അത് 2 തന്നെയാണ്. അപ്പൊ അതിന്റെ ഐഡന്റിറ്റി നിലനിന്നു. എന്തുകൊണ്ടാണ് നിലനിന്നത്? 0 കൂടിയത് കൊണ്ടാണ് നിലനിന്നത്. അപ്പൊ ഐഡന്റിറ്റി നിലനിർത്തുന്ന എലമെന്റ് ആണ് 0. അഡീഷനിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ് 0. ഇനി എന്താ? തിരിച്ചറിയൽ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചറിയൽ എലമെന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 ആണെങ്കിലോ 5 + 0 എത്രയാ? 5 തന്നെയാണല്ലേ. ഇത് പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമാണോ? അല്ല. നെഗറ്റീവ് നമ്പർ എടുത്തു എന്ന് വിചാരിക്കും. -3 + 0 -3 തന്നെയല്ലേ, അല്ലേ? അപ്പോ കൂട്ടലിലത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. തെറ്റരുത്. കൂട്ടലിലെ ഐഡന്റിറ്റി എലമെന്റ്, അഡീഷനിലത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ആ നമ്പർ അല്ല കേട്ടോ ഐഡന്റിറ്റി എലമെന്റ്. എന്താണോ നമ്മൾ ആ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നത്, അതാണ് ഐഡന്റിറ്റി എലമെന്റ്. നമ്മൾ ഒരു നമ്പറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണോ ആ നമ്പർ തന്നെ, നമ്മൾ ഏത് നമ്പർ ആണോ അത് എടുത്തത് ആ നമ്പർ തന്നെ കിട്ടുന്നത്, ആ ആഡ് ചെയ്ത സാധനമാണ് ഐഡന്റിറ്റി എലമെന്റ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു നമ്പറിന്റെ കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് ആ നമ്പർ തന്നെ ഉത്തരമായിട്ട് കിട്ടുന്നത് എങ്കിൽ ആ ആഡ് ചെയ്ത സാധനമാണ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ 0 ആഡ് ചെയ്താലാണ് നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുക. 0 ആണ് ഐഡന്റിറ്റി എലമെന്റ്. ഇനി ഗുണിക്കലിൽ എന്താണ്? ഗുണിക്കലിൽ നോക്കൂ നിങ്ങള്.
2 ഗുണം 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഏതൊരു നമ്പറിന്റെ കൂടെ ഒരു നമ്പറിന്റെ കൂടെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ആ പഴയ നമ്പർ തന്നെ ഉത്തരമായിട്ട് കിട്ടുന്നത്. ആ ഏത് നമ്പർ ആണോ ഗുണിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോ -5 ഗുണിക്കണം 1, -5 തന്നെയല്ലേ. മൈനസ് ആയാലും പ്ലസ് ആയാലും ഒക്കെയും നമുക്ക് ഒന്നുകൊണ്ട് ഗുണിച്ചാൽ ഏതായിരുന്നോ മുന്നത്തെ സംഖ്യ അത് തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ അങ്ങനെ കിട്ടുന്നത് ആ സംഖ്യയാണ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പോ ഗുണിക്കലിന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. കൂട്ടലിലെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. രണ്ടും ഡിഫറെന്റ് ആണ് ട്ടോ. അതായത് നമ്മള് 2ന്റെ കൂടെ 4ന്റെ കൂടെ 10ന്റെ കൂടെ ഒക്കെ 0 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2ഉം 4ഉം 10ഉം തന്നെയല്ലേ കിട്ടുക. 2 + 0 2, 4 + 0 4, 10 + 0 10 അല്ലേ. ഇതാ 10,000 അല്ലെങ്കിൽ 1,00,000 + 0 ആ 1,00,000 തന്നെയാണ് അല്ലേ കിട്ടുന്നത്. അപ്പൊ 0 എന്ന് പറയുന്ന ഒരു സാധനം ആഡ് ചെയ്തപ്പോ എന്തായിരുന്നോ പഴയ നമ്പർ അത് തന്നെ കിട്ടി. അപ്പൊ ആ 0 ആഡ് ചെയ്തത് കൊണ്ടാണല്ലേ അങ്ങനെ സംഭവിച്ചത്. ഞാൻ 1 ആണ് ആഡ് ചെയ്തിരുന്നെങ്കിലോ 5 + 1 എന്ന് പറയുന്നത് 6 അല്ലേ. അപ്പൊ വേറെ ഡിഫറെന്റ് നമ്പർ ആയില്ലേ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പഴയ നമ്പർ നമ്മൾ ഏത് നമ്പർ ആണോ ആദ്യം എടുത്തത് 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10, 20 ആണെങ്കിൽ 20 അതിന്റെ കൂടെ എന്ത് കൂട്ടിയാലാണോ ഈ 10 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 20 തന്നെ കിട്ടുന്നത് അതാണ് ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ. അപ്പൊ ഞാൻ എടുത്തു 50 + 0. 50ന്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് 50 തന്നെ കിട്ടുന്നത് അപ്പൊ ആ കൂട്ടുന്ന നമ്പർ ആണ് ഐഡന്റിറ്റി എലമെന്റ് 0. ഇനി 10ന്റെ കൂടെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് 10 തന്നെ കിട്ടുന്നത് അതാണ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കണ്ടേ? 1 കൊണ്ട് അല്ലേ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയല്ലേ അവിടെ ഉള്ളൂ. കൂട്ടലിന്റെ ഐഡന്റിറ്റി ഘടകം 0ഉം ഗുണനത്തിന്റെ ഐഡന്റിറ്റി ഘടകം 1ഉം അത്രേ ഉള്ളൂ ട്ടോ അവിടെ. അപ്പൊ ക്ലിയർ ആയോ? റൈറ്റ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? റൈറ്റ്. ഓക്കെ. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നതാണ് നമുക്ക് തുടക്കത്തിൽ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ചെയ്തു തുടങ്ങിയത് അത് തന്നെ കിട്ടണമെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? 0 ആഡ് ചെയ്യണം. 0 ആണ് ഐഡന്റിറ്റി എലമെന്റ് ഇൻ അഡീഷൻ. ഇനി എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 2 തന്നെ കിട്ടും? 1 അല്ലേ. 1 മൾട്ടിപ്ലൈ ചെയ്താലാണ് 2 തന്നെ കിട്ടുന്നത്. അപ്പോ 1 ആണ് അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ ഈ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്ന സാധനം മാറില്ല. എപ്പോഴും അഡീഷനിൽ 0 തന്നെയാണ്. ഏതൊരു നമ്പർ ആണെങ്കിലും അഡീഷനിൽ 0 തന്നെയാണ്, മൾട്ടിപ്ലിക്കേഷനിൽ 1 തന്നെയാണ്. ഓക്കെ. ഇനി 0യുടെ പ്രോപ്പർട്ടീസ്. 0ന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. 0 അങ്ങനെ ചെറിയൊരാളല്ല. 0ക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. യെസ്. കുറെ പേര് കുറെ എക്സാമ്പിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്. എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ജസ്റ്റ് 1 ട്ടോ. 1 1 എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഐഡന്റിറ്റി എലമെന്റ് അല്ലേ. 1 1 1 1 മൾട്ടിപ്ലൈഡ് ബൈ 1 1 1 എന്ന് പറഞ്ഞാൽ അത് ഐഡന്റിറ്റി എലമെന്റ് ആവില്ല. സംതിങ് മൾട്ടിപ്ലൈഡ് ബൈ 1 ആ 1 ആണ് അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ. അപ്പോ ഈ പ്രോപ്പർട്ടീസ് ഓഫ് 0 ഞാൻ പറഞ്ഞ പോലെ നിസ്സാരക്കാരനല്ല. 0ക്ക് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് 0യുടെ പ്രോപ്പർട്ടീസ്? 0 ഒരു നമ്പറിന്റെ കൂടെ ആഡ് ചെയ്താലും ഒരു നമ്പറിൽ നിന്ന് 0നെ സബ്സ്ട്രാക്ട് ചെയ്താലും റിസൾട്ട് ആ നമ്പർ തന്നെ ആയിരിക്കും അല്ലേ. നമുക്കറിയണ കാര്യമാണ് അല്ലേ. പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പണ്ടേ അറിയണ കാര്യം അല്ലേ. ഒരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താൽ 4 + 0 4 തന്നെ കിട്ടി. 18 + 0 18 തന്നെ കിട്ടി. അല്ലെങ്കിൽ -23 + 0 -23 തന്നെയാണ് അല്ലേ കിട്ടുന്നത്. അപ്പൊ ഒരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താലും ഒരു നമ്പറിൽ നിന്ന് 0 മൾട്ടിപ്ലൈ ചെയ്താലും 0യിൽ നിന്ന് ആ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡിഫറെന്റ് ആണ് ട്ടോ. 0യിൽ നിന്ന് ഞാൻ
മൾട്ടിപ്ലൈ അല്ല, സോറി, സബ്സ്ട്രാക്ട്. 0യിൽ നിന്ന് ഞാൻ 3 സബ്സ്ട്രാക്ട് ചെയ്ത ഉത്തരം എന്ന് പറയുന്നത് 3 അല്ല, -3 ആണ്. അത് ശ്രദ്ധിക്കണം. ആ നമ്പറിൽ നിന്ന് 0 കുറച്ചാലാണ് ആ നമ്പർ തന്നെ കിട്ടുന്നത്. 4ൽ നിന്ന് 0 കുറച്ചാൽ 4 തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. പക്ഷേ 0ത്തിൽ നിന്ന് 4 കുറച്ചാൽ -4 ഉത്തരം കിട്ടുന്നത്. അതാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ്. അഡീഷൻ ആവുമ്പോൾ -23 പ്ലസ് 0 ചെയ്താലും -23 തന്നെയാണ് കിട്ടുന്നത്. 0 പ്ലസ് -23 ചെയ്താലും -23 തന്നെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ 0 പ്ലസ് 5 എന്ന് പറഞ്ഞാലും 5 പ്ലസ് 0 എന്ന് പറഞ്ഞാലും 5 തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. പക്ഷെ കുറയ്ക്കലില് എന്തുണ്ട്? ആ ഒരു നമ്പറിൽ നിന്ന് 0 കുറയ്ക്കണം. 0യിൽ നിന്ന് ആ നമ്പർ കുറച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ശ്രദ്ധിക്കണം, അത് സബ്സ്ട്രാക്ഷൻ ആവുമ്പോൾ ആ നമ്പറിൽ നിന്നാണ് 0 കുറയ്ക്കേണ്ടത്, എന്നാലാണ് ആ നമ്പർ കിട്ടുള്ളൂ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്പർ കിട്ടില്ല. ഓക്കെ, അപ്പോ ഒരു നമ്പറിൽ നിന്ന് 0 കുറച്ചാലും ഒരു നമ്പറിലൂടെ 0 ആഡ് ചെയ്താലും കിട്ടുന്ന ഉത്തരം ആ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോ കുറച്ചു പേർക്ക് ലേറ്റ് ആയി തോന്നുന്നു, എന്നാലും അധികം ഒന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താ? ഒരു നമ്പറിന്റെ കൂടെ 0 മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 0 ആയിരിക്കും. ആ നമ്പർ അല്ല, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതൊരു നമ്പറിന്റെ കൂടെയും 0 മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 0 ആയിരിക്കും. അത് നമുക്ക് അറിയണ കാര്യമാണ് അല്ലേ? നോക്കി നോക്കൂ, 4 ഗുണിക്കണം 0 0 ആണ്. അതിനി -25 ഗുണിക്കണം 0 എന്ന് പറഞ്ഞാലും 0 ആണ്. എന്തൊരു സാധനത്തിന്റെ കൂടെയും 0 വെച്ച് ഗുണിച്ചാൽ ഉത്തരം 0 ആയിരിക്കും. അതിപ്പോ 10 ലക്ഷം ആയാലും 20 ലക്ഷം ആയാലും 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 ആണ്, വെറും 0 ആണ്. ഓക്കെ, അപ്പോ അത് എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. 0 കൊണ്ട് ഒരു നമ്പറിനെ ഗുണിച്ചാൽ ഉത്തരം ഉത്തരം 0 തന്നെ ആയിരിക്കും. ഗുണിച്ചാൽ, ഗുണിക്കൽ, 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 തന്നെ ആയിരിക്കും. ഇനി ഹരിച്ചാൽ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഹരിച്ചാൽ എന്ന് പറയുമ്പോ 0 ഡിനോമിനേറ്ററിൽ വരരുത്. 0 ബൈ എനി ഹോൾ നമ്പർ, 0നെ ഏതൊരു ഹോൾ നമ്പർ കൊണ്ട് നമ്മൾ ഹരിച്ചാലും 0 തന്നെ ഉത്തരം കിട്ടുള്ളൂ. പക്ഷെ ഒരു നമ്പറിനെ 0 കൊണ്ട് ഹരിക്കരുത്. ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ്. അങ്ങനൊരു നമ്പർ ഇല്ല. ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നമുക്ക് അങ്ങനെ ഒരു നമ്പർ 5 ഹരിക്കണം 0 എന്ന് പറയുന്ന ഒരു നമ്പർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണത്. ഡിനോമിനേറ്ററിൽ മുകളിൽ എഴുതുന്ന സാധനം ന്യൂമറേറ്റർ, താഴെ എഴുതുന്നത് ഡിനോമിനേറ്റർ അല്ലേ? നമ്മുടെ ഈ പറഞ്ഞ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോ ന്യൂമറേറ്ററിൽ വരുന്ന സാധനമാണ് മുകളിൽ എഴുതുന്നതിനെയാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, താഴെ വരുന്നതാണ് ഡിനോമിനേറ്റർ അല്ലേ? അപ്പോ ഈ ന്യൂമറേറ്ററിൽ 0 വന്നാൽ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. ഓക്കെ, താഴെ ഏത് നമ്പർ വന്നാലും 0 ഡിവൈഡഡ് ബൈ 10, 0 ഡിവൈഡഡ് ബൈ 10,000, 0 ഡിവൈഡഡ് ബൈ 1,00,000 എന്തൊക്കെ വന്നാലും ഉത്തരം എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. പക്ഷേ താഴെ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു കാരണവശാലും 0 വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും മറ്റേ ഞാനിത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഡിവിഷന്റെ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഏതോ ഒരു പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഡിനോമിനേറ്ററിൽ 0 ഹോൾ നമ്പേഴ്സിന്റെ അഡീഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. 0 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആണ്. പക്ഷെ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ആ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹോൾ നമ്പർ ആവില്ല. ഇതൊക്കെ ഞാൻ നോട്ട്സ് ഇടും,
നിങ്ങൾ പേടിക്കേണ്ട, നോട്ട്സ് ഒക്കെ ഞാൻ ഇടുന്നതാണ്. പക്ഷെ ലെക്ചർ നോട്ട് പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്. നമ്മളൊരു സാധനം പഠിക്കുന്നതിന്റെ കൂടെ ഒരു വട്ടം എഴുതും കൂടെ ചെയ്താൽ അതൊന്നും കൂടെ തലയിൽ കയറും. ഓക്കെ, സോ അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണെങ്കിൽ ഈ ഓർഡർ പ്രശ്നമില്ല. സീറോയിൽ നിന്ന് സീറോന്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ കൂടെ സീറോ ആഡ് ചെയ്തു, രണ്ടായാലും ഉത്തരം എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്, അല്ലേ? പക്ഷേ സബ്സ്ട്രാക്ഷൻ വരുമ്പോൾ ഓർഡർ പ്രശ്നമുണ്ട്. ഒരു നമ്പറിൽ നിന്ന് സീറോ കുറച്ചാൽ മാത്രമാണ് നമ്പർ കിട്ടുള്ളൂ. സീറോയിൽ നിന്ന് ഒരു നമ്പർ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്പർ കിട്ടില്ല, നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അഡീഷനിൽ ഓർഡർ പ്രശ്നമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടായാലും, അതായത് ഒരു നമ്പറിൽ നിന്ന് നമ്പറിന്റെ കൂടെ സീറോ ആഡ് ചെയ്താലും സീറോന്റെ കൂടെ നമ്പർ ആഡ് ചെയ്താലും രണ്ടും സെയിം ആണ്. പക്ഷെ സബ്സ്ട്രാക്ഷനിൽ ഓർഡർ ഈസ് മാറ്റർ. ഓർഡർ പ്രശ്നമാണ്. ഓർഡർ മാറിയാൽ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും എന്തായിരിക്കില്ല, വാലിഡ് ആയിരിക്കില്ല. ഒരു നമ്പറിൽ നിന്ന് സീറോ കുറച്ചാൽ മാത്രമാണ് നമ്പർ കിട്ടുള്ളൂ. സീറോയിൽ നിന്ന് ആ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നത്. നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. സെയിം തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും പറയുന്നത്. ജസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ലിങ്ക് വന്ന ഗ്രൂപ്പിൽ തന്നെയായിരിക്കും നോട്ട്സ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലേക്ക് വരുമ്പോഴും സെയിം കാര്യം തന്നെയാണ്. ഇപ്പൊ 5 മൾട്ടിപ്ലൈഡ് ബൈ 0 എന്ന് പറഞ്ഞാലും 0 മൾട്ടിപ്ലൈഡ് ബൈ 5 എന്ന് പറഞ്ഞാലും ഉത്തരം 0 തന്നെയാണ്, അല്ലെ? ഓർഡർ വ്യത്യാസമില്ല. ഇപ്പൊ 0 ആദ്യം എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ 0 അവസാനം ആണ് എഴുതുന്നതെങ്കിൽ പോലും ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനിൽ, അല്ലെ? നിങ്ങളൊന്ന് ആലോചിക്കുക, കുറേ നമ്പർ ഉണ്ട്, കുറേ നമ്പർ തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരാണേ. അപ്പോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട സാധനം 10 മൾട്ടിപ്ലൈഡ് ബൈ 23 മൾട്ടിപ്ലൈഡ് ബൈ 5 മൾട്ടിപ്ലൈഡ് ബൈ 4 മൾട്ടിപ്ലൈഡ് ബൈ 6 മൾട്ടിപ്ലൈഡ് ബൈ 0. എന്താ ഉത്തരം? ഇതിന്റെ ഉത്തരം എന്താ? ഞാൻ മുകളിൽ എഴുതിയേക്കണത് 10 ഗുണിക്കണം 23 ഗുണിക്കണം 5 ഗുണിക്കണം 4 ഗുണിക്കണം 6 ഗുണിക്കണം 0. എന്താ ഉത്തരം? ഓക്കെ, ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ജുവൽ, കുഴപ്പമില്ല. വീഡിയോ ഇടുമ്പോ ഫസ്റ്റ് ഭാഗം നോക്കാം കേട്ടോ. എന്താ അതിന്റെ ഉത്തരം? അറിയോ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം നിങ്ങൾ അത് മുഴുവൻ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ വലിയ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഫ്രണ്ടിലെങ്കിൽ പോലും അവസാനം അതിനൊരു സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം 0 ആണ്. അതിനെ നിങ്ങൾ ഇത് മുഴുവനും നിങ്ങൾ കുത്തിയിരുന്നിട്ട് 10 ഗുണിക്കണം 23 230 ഇൻറ്റു 5 1230 ഇൻറ്റു 5 4 പിന്നെ അതിന്റെ കൂടെ 6 ഒന്നും ചെയ്യണ്ട. എന്തുകൊണ്ടാ ഒന്നും ചെയ്യണ്ട എന്ന് പറയണ? കാരണം അവസാനം അവിടെ 0 കിടക്കണേ. എന്തൊക്കെ ഉത്തരം കിട്ടിയാലും ആൻസർ ഈ 0, അല്ലേ? അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളപ്പോ ആകെ സംശയിച്ചിട്ട് ഇത് മുഴുവൻ ചെയ്തിട്ട് വേണോ ഇനി 0 കൊണ്ട് ചെയ്യാൻ, ഉത്തരം ഇനി വ്യത്യാസമാവോ, ഒന്നും ആലോചിക്കണ്ട കേട്ടോ. 0 എവിടെ വന്നാലും ഗുണിക്കലില് 0 എവിടെ വന്നാലും ഉത്തരം എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ 0 ഇടയിലാണ് വരുന്നതെങ്കിലും 0 ഫ്രണ്ടിലാണ് ബാക്കിലാണ് എവിടെ വന്നാലും ഓക്കെ. ചുമ മാറി ഇപ്പൊ തുമ്മലായി അല്ലേ ടീച്ചർക്ക് എപ്പോഴും വയ്യ, എന്താ ചെയ്യാ, മഴയൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഓർഡർ ഈസ് നോട്ട് മാറ്റർ. എന്തിന്? മൾട്ടിപ്ലിക്കേഷന്. പക്ഷേ ഡിവിഷൻ വന്നപ്പോഴോ, ഡിനോമിനേറ്ററിൽ വന്നാൽ ഉത്തരം 0 അല്ല, ന്യൂമറേറ്ററിൽ തന്നെ വന്നാൽ മാത്രമേ ഉത്തരം 0 ആവുകയുള്ളൂ. മനസ്സിലായോ? അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 0 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്, മുകളിലാണ് 0 അല്ലെ. 5 ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നമ്പർ ഇല്ല, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയും. ഇൻഫിനിറ്റിയിലേക്കാണ് അത് പോകുന്നത്, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ്.
അങ്ങനെയാണ് പറയാ. അല്ലാണ്ട് 5 ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്പർ ഒറ്റൊരു നമ്പർ ആയിട്ട് കിട്ടില്ല. സോ ഓർഡർ മാറ്റേഴ്സ്. ന്യൂമറേറ്ററിൽ തന്നെ വരണം, ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ മനസ്സിലായോ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ഓപ്പറേഷനിലും പൂജ്യത്തിന്റെ ഒരു റോള് നിങ്ങൾക്ക് കിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് പൂജ്യത്തിന്റെ പറയാനുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും. പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയുന്ന സാധനം. മലയാളം ഉണ്ട്, മലയാളം ഉണ്ട് കേട്ടോ. ഘാതം, ഘാതം എന്ന് പറയുന്ന സാധനല്ലേ പവർ. പവർ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഘാതം എന്ന് പറയുന്നത്. അപ്പോ ഏതൊരു നമ്പർ റേസ്ഡ് ടു 0, റേസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു നമ്പറും റേസ്ഡ് ടു ദ പവർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താ അർത്ഥം? റേസ്ഡ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അത് അറിയോ? ഞാനൊന്ന് നോക്കി നോക്കട്ടെ. 4 റേസ്ഡ് ടു 2. ഉത്തരം എത്രയാ? പവർ ആണ് കേട്ടോ, ഇത് ഘാതമാണ് കേട്ടോ. ഇത് എക്സ്പോണന്റ് അല്ലെങ്കിൽ ഘാതം എന്ന് പറയുന്ന സാധനമാണിത്. 4 റേസ്ഡ് ടു ദ പവർ 2. എന്താണ് ഉത്തരം? പറഞ്ഞോളൂ. കുറെ പേർ ക്ലിയർ ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കാ ക്ലിയർ ആവാത്തെ? എന്താ ക്ലിയർ ആവാത്തെ എന്ന് ഒന്ന് പറയണം കേട്ടോ. നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൽ എന്ത് കാര്യമാണ് ക്ലിയർ ആവാത്തതെന്നും കൂടി, ക്ലിയർ ആയില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പൊ ഞാൻ ആ ഭാഗം മാത്രം ഒന്നുകൂടി പറയാം, അല്ലെങ്കിൽ ഞാൻ ഇവന് വീണ്ടും മുഴുവൻ പറയണ്ടേ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഭാഗം വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരും. 0 ഫ്രണ്ടിൽ വന്നാലോ? എന്തില്? അതാണ് ഇമ്പോർട്ടന്റ്. എന്തില്? ഇഫ് ദാറ്റ് ഈസ് അഡീഷൻ, 0 ഫ്രണ്ടിൽ വന്നാലും ബാക്കിൽ വന്നാലും ഉത്തരം എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്, 0 അല്ല. ആ നമ്പർ തന്നെയാണ് അല്ലെ? 5 + 0 5, 0 + 5 5 തന്നെയാണ്. പക്ഷെ സബ്സ്ട്രാക്ഷനില് 0 ഫ്രണ്ടിൽ വന്നാല് മൈനസ് നമ്പർ ആണ് വരിക. അതായത് 5 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തന്നെയാണ്. പക്ഷെ 0 - 5 എന്ന് പറഞ്ഞാലോ -5 ആണ് അല്ലെ? അതാണ് ഞാൻ പറഞ്ഞ ഓർഡർ വ്യത്യാസം. 0യിൽ നിന്ന് കുറച്ചാൽ ഡിഫറെന്റ് നമ്പർ ആണ് കിട്ടുക. 0 കുറയ്ക്കുകയാണെങ്കിൽ സെയിം നമ്പർ കിട്ടും. ഓക്കെ. അതുപോലെ ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്? ലാസ്റ്റ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞത് ഒരു നമ്പറിന്റെ കൂടെ 0 മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 0 തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ 0 ഗുണിക്കണം 5ഉം 5 ഗുണിക്കണം 0യും ഒക്കെ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. പക്ഷെ ഡിവിഷൻ വരുമ്പോ 0 ഡിവൈഡ് ബൈ 5 മാത്രമാണ് 0 വരുള്ളൂ. 5 ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് 0 അല്ല. ഓക്കെ. അപ്പോ ഡിനോമിനേറ്റർ താഴെ എഴുതുന്നതിനെയാണ് എന്താ പറയുമല്ലോ, അയ്യോ ഛേദം അല്ല, അങ്ങനെ എന്തോ മലയാളത്തിലെ വേർഡ് എന്തായിരുന്നു? അംശവും ഛേദമാണോ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മുകളിൽ എഴുതുന്ന സംഭവം മാത്രം 0 വന്നാലാണ് ഉത്തരം 0 വരുള്ളൂ. താഴെ 0 വന്നാൽ ഉത്തരം 0 അല്ല. ഓക്കെ. ഇനി ഞാനിപ്പോ ഒരു സാധനം ചോദിച്ചു, 4 റേസ്ഡ് ടു ദ പവർ 2. എല്ലാവരും 8 എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ. എന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. 4 ഗുണിക്കണം 2 എത്രയാ? 4 ഗുണിക്കണം 2, അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞ എല്ലാവരും. 4 ഗുണിക്കണം 2, അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. നോക്കട്ടെ. ഇപ്പൊ ക്ലിയർ ആയോ? 4 ഗുണിക്കണം 2ന്റെ ഉത്തരം അത് അങ്ങനെ തന്നെ എഴുതിയിട്ട് ആൻസർ ഇടണം കേട്ടോ. വെറുതെ ഇട്ടെന്നിട്ടാ പോരാ. 4 ഗുണിക്കണം 2 8 അങ്ങനെ ഇടണം കേട്ടോ. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. വെറുതെ 8 എന്നിട്ടാ പോരാ. അപ്പൊ നിങ്ങൾ ചിലപ്പോ 8 ഇടുന്നത് മുന്നത്തേന്റെ ഉത്തരമായിരിക്കും.
4 ഗുണിക്കണം 2 8 അങ്ങനെ എഴുതൂ. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെറുതെ 8 എന്ന് പറഞ്ഞാൽ ഞാൻ ആൻസർ ആയിട്ട് കണക്കാക്കില്ല. എനിക്ക് 4 ഗുണിക്കണം 2 ഈക്വൽ ടു 8 അങ്ങനെ വരണം. അല്ലെങ്കിൽ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഓക്കെ വരുന്നുണ്ട്. 4 ഗുണിക്കണം 2 8 കറക്റ്റ് ആണ്. 4 ഗുണിക്കണം 2 8. ബാക്കി ആരും ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഫോർമാറ്റിൽ എനിക്ക് ഉത്തരം കിട്ടണം. ഓക്കെ 4 ഗുണിക്കണം 2 8 കറക്റ്റ് ആണ്. 4 ഗുണിക്കണം 2 4 ടൈംസ് 2 എന്ന് പറയുന്നത് 8 ആണ്. കറക്റ്റ് ആണ് കേട്ടോ. വളരെ കറക്റ്റ് ആണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 4 ഗുണിക്കണം 2ഉം 4 പവർ ഓഫ് 2ഉം ഒന്നാണോ? ഒരേ കാര്യമാണോ? അത് രണ്ടും സെയിം ആണോ? അതായത് ഇവിടെ നിന്ന് മായ്ക്കുന്നുണ്ട്. ഓൾറെഡി ഇത് മുകളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് മായ്ക്കണം കേട്ടോ. ഈ 4 ഗുണിക്കണം 2 എന്ന് പറയുന്നതും 4 റേസ്ഡ് ടു ദ പവർ, ഈ 4 ഗുണിക്കണം 2 എന്ന് പറയുന്നതും 4 റേസ്ഡ് ടു ദ പവർ ഓഫ് 2 അല്ലെങ്കിൽ ഘാതം 2 4 ഘാതം 2 എന്ന് പറയുന്നതും ഒരേ ഉത്തരമാണോ വരിക? ഒരേ ഉത്തരമാണോ വരുന്നത്? ഒരേ ഉത്തരമാണോ? യെസ് ഓർ നോ എന്നുള്ളത് ആൻസർ പറഞ്ഞേ. ഒരേ ഉത്തരമാണെങ്കിൽ ആണെന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ അല്ല നോ എന്ന് പറഞ്ഞോളൂ. ഇനി ഈ അല്ല എന്ന് പറയുന്ന ആൾക്കാര് എന്നാ പിന്നെ ഇതിന്റെ 4 റേസ്ഡ് ടു ദ പവർ ഓഫ് 2ന്റെ ഉത്തരം കൂടി ഒന്ന് പറഞ്ഞേ. അതും കൂടി ഒന്ന് പറയണം കേട്ടോ. ഇനി അല്ല, ഇത് രണ്ടും ഡിഫറെന്റ് ആണ്, ഇത് രണ്ടും ഒന്നല്ല എന്ന് പറയുന്ന ആൾക്കാര് 4 റേസ്ഡ് ടു ദ പവർ ഓഫ് 2 അതായത് 4 ഘാതം 2 അതിന്റെയും കൂടി ഉത്തരം ഒന്ന് പറയണം. അതിന്റെയും കൂടി ഉത്തരം പറഞ്ഞോളൂ. അപ്പൊ ആരൊക്കെ നോ എന്ന് പറഞ്ഞേ? ആദിദേവ് പറഞ്ഞു നോ. പിന്നെ ആരായിരുന്നു? ഷീമ, പേരെന്താ? യുദ്ധിയാണോ അത്? അല്ലല്ലോ. പേരും കൂടെ പറയണേ. ആൻസേഴ്സ് ഇടുമ്പോ നിങ്ങൾ പേരും കൂടെ ഒന്ന് ഇടണേ. ഓക്കെ. അപ്പൊ കുറച്ച് പേർക്ക് 16 എന്ന് ഉത്തരം വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും ഒരേ കാര്യമല്ല, ഡിഫറെന്റ് ആണ്. ഒന്നിന്റെ ഉത്തരം 8 ആണ്, മറ്റേ 4 ടു ദ പവർ ഓഫ് 2 അതായത് 4 ഘാതം 2ന്റെ ഉത്തരം 16 ആണ്. അങ്ങനെ പറയുന്നുണ്ട് കുറച്ച് പേര്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് രണ്ടും ഡിഫറെന്റ് അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് 4 റേസ്ഡ് ടു ദ പവർ ഓഫ് 2 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടിപ്പിടിച്ചാ 8 എന്ന് കണ്ടത്? 4ഉം കണ്ടു 2ഉം കണ്ടു. 4ഉം 2ഉം ഒരുമിച്ച് കണ്ടാൽ ഞങ്ങൾ അപ്പോ 8 എന്ന് എഴുതും അല്ലേ? എങ്ങനെയാണ് അത് 8 ആകുന്നത്? അത് 8 അല്ല, അത് 16 ആണ്. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ? പവർ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല എന്ന് പറയുമ്പോ പഠിക്കാണ്ട് കുറച്ച് പേർക്ക് അറിയാൻ വഴിയില്ലല്ലോ. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം നമ്മളിപ്പോ പവർ ആണ് ഇപ്പൊ പഠിച്ചത്, ഇപ്പൊ ഇനി നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് പറയണത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടണ്ടോന്ന് അറിയാനാണ്. 4 റേസ്ഡ് ടു 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 4 കൊണ്ട് തന്നെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഗുണിക്കണം 4 16. ഇനി 4 റേസ്ഡ് ടു 3 ആയിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം 4നെ 4 കൊണ്ട് തന്നെ 3 വട്ടം ഗുണിക്കുക എന്നാണ്. 4 റേസ്ഡ് ടു 10 എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 10 തവണ 4നെ 4 കൊണ്ട് തന്നെ ഗുണിക്കുക. മനസ്സിലായോ? അതാണ് ഈ മുകളിലത്തെ പവർ അല്ലെങ്കിൽ ഘാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 2 അല്ലെ? 4നെ 2 തവണ ഗുണിക്കണം എന്നുള്ളതേ ഉള്ളൂ. 4ന്റെ ഇരട്ടി വരണം. ഇത്
4നെ 4 കൊണ്ട് തന്നെ ഗുണിക്കണം. വ്യത്യാസമുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഏത് നമ്പറിന്റെയാണോ മുകളിൽ പവർ ആയിട്ട് എഴുതുന്നത് അതിന് ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് പവർ. 4 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 4ന്റെ ഇരട്ടി. 4 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാൽ 4ന്റെ 3 ഇരട്ടി എത്രയാണ്? അത്രേ വരുന്നുള്ളൂ. വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇത് പറഞ്ഞത് എന്തിനിപ്പോ ഞാൻ പറഞ്ഞത്? ഏതൊരു നമ്പറിനും റേസ്ഡ് ടു പവർ 0, അതായത് 1 റേസ്ഡ് ടു 0 എന്ന് പറഞ്ഞാൽ ഉത്തരം 1 ആണ്. അതിവിടെ 1 ആയതുകൊണ്ടല്ല. 2 റേസ്ഡ് ടു 0 ഉത്തരം 1 തന്നെയാണ്. മനസ്സിലായോ? 5 റേസ്ഡ് ടു 0 ഉത്തരം 1 ആണ്. 5 അല്ല, 1 ആണ്. ഏതൊരു നമ്പർ ആയിക്കോട്ടെ. 10,000 റേസ്ഡ് ടു 0 ഉത്തരം 1. ഗുണിക്കണം 0 അല്ല. അതിനാണ് ഇപ്പൊ ഇത് മുഴുവൻ പറഞ്ഞത്. ഗുണിക്കണം 0 അല്ല, ഗുണിച്ചാൽ ഉത്തരം 0 ആണ്. 2 ഗുണിക്കണം 0 എന്ന് പറഞ്ഞാൽ ഉത്തരം ഈ 0. പക്ഷെ 2 റേസ്ഡ് ടു 0 എന്ന് പറഞ്ഞാൽ ഘാതം 0 എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം 1 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? 2നെ 0 തവണ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരേ ഉത്തരം വരുന്നത്. മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഒരു നമ്പറിനെ 0 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 ആണ് കിട്ടുന്നത്. പക്ഷെ ഒരു നമ്പറിനെ 0ന്റെ പവറിലേക്ക് ഉയർത്തിയാൽ അതിന്റെ പവർ ഘാതം 0 ആണെങ്കിൽ ഉത്തരം എപ്പോഴും 1 ആയിരിക്കും. 1നെ റൈസ് ചെയ്യുമ്പോൾ മാത്രമല്ല 1 വരുന്നത്. എപ്പോഴും ഉത്തരം 1 ആയിരിക്കും. 10 ലക്ഷം റേസ്ഡ് ടു 0യും ഉത്തരം 1 ആണ്. 50 ലക്ഷം റേസ്ഡ് ടു 0യും ഉത്തരം 1 ആണ്. ഇനി -5 റേസ്ഡ് ടു 0യും ഉത്തരം 1 ആണ്. മനസ്സിലായോ? അപ്പൊ ഇത് ഉറപ്പായിട്ടും മനസ്സിലാക്കണം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ട്ടോ. 0 കൊണ്ട് ഗുണിക്കുന്നതല്ല 0 കൊണ്ടുള്ള പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ അത്രയും തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. 2 റേസ്ഡ് ടു 0 എന്ന് പറഞ്ഞാൽ 2നെ 0 തവണ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. 2 ഗുണം 0 അല്ല. മനസ്സിലായോ? അപ്പൊ അതിന് കണ്ടുപിടിച്ചിട്ടുള്ള ഉത്തരമാണ് 1. ഏതൊരു നമ്പറിനെയും 0 ആണ് അതിന്റെ ഘാതമായിട്ട് വരുന്നതെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ മാത്രമല്ല, നിങ്ങൾ ഇനി ഇപ്പൊ നവോദയ എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല, ഇനി അടുത്ത വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ 7ലോ 6ലോ നിങ്ങൾ ഇതിനെ പറ്റി ഒരു ചാപ്റ്ററിനെ പഠിക്കും. എക്സ്പോണൻസ്, ഘാതകങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് മനസ്സിലായോ? അപ്പൊ നമ്മൾ എത്ര പ്രോപ്പർട്ടീസ് പറഞ്ഞു? അഡീഷന്റെയും സബ്സ്ട്രാക്ഷന്റെയും 0ന്റെ പ്രോപ്പർട്ടി പറഞ്ഞു. ദെൻ മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും 0ന്റെ പ്രോപ്പർട്ടി പറഞ്ഞു. ഇപ്പൊ ദാ പവറിന്റെ, അതായത് ഘാതമായിട്ട് വരുന്നതിന്റെയും 0ന്റെ പ്രോപ്പർട്ടി പറഞ്ഞു. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാതും ക്ലിയർ ആയെങ്കിൽ വേഗം ഹാർട്സ് വരട്ടെ. നമ്മളിപ്പോ ഐഡന്റിറ്റി എലമെന്റ്സും പഠിച്ചു കഴിഞ്ഞു, പ്രോപ്പർട്ടീസ് ഓഫ് 0യും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു ഹാർട്സ് ഒക്കെ വരേണ്ട സമയമായി. എന്താ ക്ലിയർ ആവാത്തെ? എനിക്ക് തോന്നുന്നു ലേറ്റ് ആയി വന്നത് കൊണ്ടാണോ? എന്താണ് അപ്പൊ ക്ലിയർ ആയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാല് എന്താണ് ക്ലിയർ ആവാത്തതും കൂടി ഒന്ന് പറയണം. കാരണം നമ്മളിപ്പോ ഒരു ടോപ്പിക് അല്ല അല്ലെ പറഞ്ഞത്. ആദ്യം ഐഡന്റിറ്റി എലമെന്റ്സിന്റെ ടോപ്പിക് പറഞ്ഞു, അത് കഴിഞ്ഞ് 0ന്റെ തന്നെ 4-5 പ്രോപ്പർട്ടി പറഞ്ഞു. അപ്പൊ അതിൽ എന്താണ് ക്ലിയർ ആവാത്തതെന്നും കൂടി നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. നോട്ട് ക്ലിയർ അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ എനിക്ക് വീണ്ടും ഏത് ഭാഗം റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയണം. ഏത് ഭാഗമാണ്? പവറിന്റെ പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഡിവിഷന്റെ പ്രോപ്പർട്ടി ആണോ, അല്ലെങ്കിൽ എന്താ അഡീഷന്റെ പ്രോപ്പർട്ടി ആണോ? നീയ കുറെ ഹാർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ വരട്ടെ. പവർ ഓഫ് 1 2 3 4 5 ആവും. പവർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പവർ എന്ന് പറഞ്ഞാൽ നോർമലി ആ നമ്പറിനെ എത്ര വട്ടം ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് പവർ അല്ലേ?
5 raised to 2 എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 5. 5 ഗുണിക്കണം 2 അല്ല. അതാണ് എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല ഇത് എല്ലാവർക്കും പറ്റുന്ന തെറ്റാ. 5 raised to 2 എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? 5 ഗുണിക്കണം 2. തെറ്റാണ്. 5 raised to 2 എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 5. 5നെ 2 തവണ, അതായത് 5നെ 5നോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. 5 raised to 3 എന്ന് പറഞ്ഞാലോ 5 1 2 3 3 തവണ 5നെ 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി 5 raised to 0 ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഉത്തരം ഒന്നാണ്. ഏതൊരു നമ്പർ raised to 0 അല്ലെങ്കിൽ ഘാതം 0 ആണ് വരുന്നതെങ്കിൽ, ഒരു നമ്പറിന്റെ ഘാതം പവർ 0 ആണ് വരുന്നതെങ്കിൽ ഉത്തരം ഒന്നാണ്. ഏത് നമ്പറും ആയിക്കോട്ടെ, നെഗറ്റീവ് നമ്പർ ആയിക്കോട്ടെ, പോസിറ്റീവ് നമ്പർ ആയിക്കോട്ടെ, നിങ്ങൾ ഏതാ നമ്പർ നോക്കണ്ട. ഘാതം 0 ആണോ ഉത്തരം ഒന്നാണ്. അപ്പൊ നിങ്ങൾക്ക് തെറ്റ് പറ്റാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ചിലപ്പോ 5 ഗുണിക്കണം 0 എന്ന് എഴുതി വെച്ച് 0 എന്ന് ഉത്തരം എഴുതും. തെറ്റാണ്. ഇങ്ങനെ കണ്ടാൽ അതിന്റെ അർത്ഥം 5 raised to 0, 5ന്റെ ഘാതം 0 ആണ്, ഉത്തരം 1. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. 0 മുകളിൽ വന്നാല്, മുകളിലാണ് ഈ 0 വരുന്നതെങ്കിൽ, ഘാതമായിട്ടാണ് വരുന്നതെങ്കിൽ ഉത്തരം 1. ഇവിടെ ഗുണിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഉത്തരം 0. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് ക്ലിയർ ആണോ അല്ലയോ എന്ന്. അപ്പൊ നിങ്ങൾക്ക് അതിനോടൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. അമ്മോ, എന്തോരം ഹാർട്സാ, നിങ്ങൾ മത്സരിക്കാടാ. എല്ലാവരും ഹാർട്സ് ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടുണ്ടല്ലോ. പവർ ആയിണ്ട്. കൊറേ ഹാർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? എന്താണിത്? എന്തോരം ഹാർട്സ് ആണിത്? കൊള്ളാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് ഇട്ടത് തന്നെയല്ലേ? അല്ലാതെ ഒരാൾ ഇട്ടത് കണ്ടപ്പോ അതിനേക്കാൾ കൂടുതൽ ഹാർട്സ് ഇടാൻ വേണ്ടി മത്സരിച്ചിടണതല്ലല്ലോ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഇട്ട ആൾക്കാർ തന്നെ ഇടുന്നുള്ളൂ. 54 പേരുടെ ഹാർട്സ് ഡിഫറെന്റ് ആയിട്ടൊന്നും വരുന്നില്ല. ഇട്ട ആൾക്കാർ തന്നെ വീണ്ടും ഹാർട്സ് ഇട്ടിട്ട് അവർക്ക് മനസ്സിലായി എന്നുള്ളത് പറയുന്നുള്ളൂ. ഡിവിഷൻ എന്താ ക്ലിയർ ആവാത്ത? ഡിവിഷൻ ഒന്നുമില്ല, ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ന്യൂമറേറ്ററിൽ 0 വന്നാലേ ഉത്തരം 0 ആവുകയുള്ളൂ. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് അംശവും ഛേദമാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കാനുണ്ട് എനിക്ക്. അതായത് ഇങ്ങനെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോ 2 ഡിവൈഡഡ് ബൈ 3, ഈ സാധനത്തിനെയാണ് ഞാൻ ന്യൂമറേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ന്യൂമറേറ്റർ, ഈ താഴെ വരുന്നതാണ് ഡിനോമിനേറ്റർ. ഇതിലിപ്പോ എന്താ ക്ലിയർ ആവാത്തെ? അതായത് ഡിനോമിനേറ്ററിൽ 0, ഈ താഴെ 0 വന്നാൽ അത് എന്താവില്ല, 0 അല്ല ഉത്തരം. അത്ര മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. 0 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. പക്ഷെ 2 ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ അത് 0 അല്ല. നോട്ട് ഈക്വൽ ടു 0. 0 അല്ല. മനസ്സിലായല്ലോ? ന്യൂമറേറ്ററിൽ ഇവിടെ മുകളിൽ 0 വന്നാൽ ഉത്തരം 0 ആണ്. താഴെയാണ് 0 വരുന്നതെങ്കിൽ ഉത്തരം 0 അല്ല. അതിനൊരു ഉത്തരം ഇല്ല. നോട്ട് ഡിഫൈൻഡ് ആണ്. മനസ്സിലായോ? എത്ര ഉള്ളൂ, എത്ര മനസ്സിലാക്കുള്ളൂ ഡിവിഷൻ ട്ടോ. വേറെ കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, നോക്കട്ടെ. അപ്പോഴും വീണ്ടും ഇട്ട ആൾക്കാരെന്നെ ഇടും. നിങ്ങൾ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവരെന്താ ഒന്നും ഉണ്ടായിട്ടിരിക്കണേ? 56 പേരുടെ ഹാർട്സ് ഒന്നും എനിക്ക് കാണാനില്ല. നിങ്ങൾക്ക് ഹാർട്സ് ഇല്ലേ? ഹാർട്ട് ഇല്ലാത്ത ആൾക്കാരാണോ ബാക്കിയുള്ളവര്? ഓക്കെ, അപ്പോ ക്ലിയർ ആയി എന്ന് വിചാരിക്കണു ഞാന്. കാരണം ഇത്രയധികം പേര് ഇപ്പൊ ക്ലിയർ ആയി എന്ന് പറയണു. ഇനിയിപ്പോ ക്ലിയർ ആവാത്ത ആൾക്കാര് ജസ്റ്റ് ഈ വീഡിയോ വരുമ്പോ ഒന്നും കൂടെ നോക്കുക കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് സീറോയും കഴിഞ്ഞു. അതിന്റെ മലയാളം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഖണ്ഡ സംഖ്യയിലേക്ക് 0 കൂട്ടിയാലും കുറച്ചാലും ഫലം ആ സംഖ്യ തന്നെയാണ്. ഏത് അഖണ്ഡ സംഖ്യയും 0ത്തിന് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം 0 ആണ്. അഖണ്ഡ സംഖ്യ വിഭജിച്ചാൽ 0 ആണ് ന്യൂമറേറ്ററിൽ വരുന്നതെങ്കിൽ ഉത്തരം 0 ആണ്. ഏത് സംഖ്യയുടെയും ഘാതം 0 ആണെങ്കിൽ അതിന്റെ മൂല്യം 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒന്നിനും ഉണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ്. 1ന്റെ പ്രോപ്പർട്ടീസ്. നാളെ ലീവ് ആണോന്നോ? എനിക്കറിയില്ല, കളക്ടറോട് ചോദിക്കൂ.
നിങ്ങളുടെ ജില്ലാ കളക്ടറിന്റെ പേജിൽ ഉണ്ടാവും. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ ന്യൂസിൽ വരുമല്ലോ. നാളെ ലീവ് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സാം ആയില്ലേ, നാളെ തൊട്ട് എക്സാം തുടങ്ങല്ലേ. നാളെ ലീവ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് 1 എന്താണ്? ഏതൊരു ഹോൾ നമ്പറിന്റെ കൂടെയും 1 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം ആ ഹോൾ നമ്പർ തന്നെയായിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. 10 ഗുണിക്കണം 1 10, 500 ഗുണിക്കണം 1 500 അല്ലെ. ഏതൊരു ഹോൾ നമ്പറിന്റെ കൂടെ, ഹോൾ നമ്പർ ആയാലും ഇന്റിജർ ആയാലും ഏതൊരു നമ്പർ ആയാലും അതിന്റെ കൂടെ 1 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം ആ നമ്പർ തന്നെയായിരിക്കും. ഒന്നല്ല ഉത്തരം, ആ നമ്പർ തന്നെയായിരിക്കും. 5 ഗുണിക്കണം 1 5, 10 ഗുണിക്കണം 1 10 അല്ലെ. 500 ഗുണിക്കണം 1 500 അല്ലെ. അത് അത്രേ ഉള്ളൂ. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് 1 എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അത് ക്ലിയർ ആണല്ലോ, നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞതാണ്. അപ്പൊ ഹാർട്സ് ഒക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ സ്ലോ ആണെന്ന് തോന്നുന്നു കേൾക്കുന്നത്. എക്സാം കഴിഞ്ഞു. കുറച്ച് പേർക്ക് എക്സാം കഴിഞ്ഞു, കുറച്ച് പേർക്ക് എക്സാം നാളെ തുടങ്ങുന്നുണ്ട്, കുറച്ച് പേരുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എക്സാമിന്റെ കാര്യത്തിൽ ഭയങ്കര ഇറഗുലാരിറ്റിയാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെയും സിലബസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് മാറിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല. എന്തായാലും കുറെ പേർക്കൊക്കെ നാളെ പരീക്ഷ ഉണ്ട്. പരീക്ഷയുള്ള സ്ഥിതിക്ക് മിക്കവാറും അവധിയൊന്നും കിട്ടില്ല. ഇന്ന് അത്ര വലിയ മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇനി എന്തുട്ടുള്ള നമുക്ക് നോക്കാമോ. കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സാമ്പിളും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ പഠിച്ചപ്പോ 7ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചില്ല അല്ലെ. അതായത് 7ന് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമം ഇല്ല. പക്ഷേ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. പക്ഷെ അത് എല്ലാവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും 2ന്റെ ഡിവിസിബിലിറ്റി, 3ന്റെ ഡിവിസിബിലിറ്റി, 4ന്റെ, 5ന്റെ, 6ന്റെ, 8ന്റെ, 10ന്റെ ഇതൊക്കെയും നമുക്ക് എല്ലാ നമ്പേഴ്സിലും നോക്കാം. അതായത് 2 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ് ആയാലും 4 ഡിജിറ്റ് ആയാലും 5 ഡിജിറ്റ് ആയാലും ഏതൊരു ഡിജിറ്റ് നമ്പർ ആയാലും നമുക്ക് ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കാം അല്ലെ. നിങ്ങൾക്ക് 550 എന്നൊരു നമ്പർ തന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ, 0-ൽ അവസാനിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 7ന്റെ ടെസ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആണ്. എല്ലാ സ്ഥലത്തും നമുക്ക് 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കാൻ പറ്റില്ല. 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റിന് കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. അതാണ് ഇത് അവിടെ പറയുന്നത്. ഫസ്റ്റത്തെ ഫാക്ട് എന്താണെന്ന് നോക്കിയേ. ഒരു നമ്പർ 6 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ നമ്പർ 7 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ്, രാജ്യസ്നേഹമൊക്കെ വരുന്നുണ്ടല്ലോ കമന്റ് ബോക്സില്. സ്വാതന്ത്ര്യദിനമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനിയിപ്പൊ രാജ്യസ്നേഹം ഒന്നും വരണ്ട. ഇനിയിപ്പോ അതിനടുത്ത ആള് മറുപടി അയച്ച് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം. ഇവിടെ ശ്രദ്ധിക്കോ. എന്താണ് ഒരു നമ്പർ, ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞ ഇമ്പോർട്ടന്റ് ഫാക്ട്സ് എന്ന് പറയുന്നത് കുറച്ച് എക്സെപ്ഷൻസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചപ്പോ മൊത്തം ഓൾമോസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇത് കൂടാതെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് എന്ന് പറയില്ലേ നമ്മള്. അങ്ങനെ വരുന്ന കുറച്ച് എക്സെപ്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. എല്ലായിടത്തും ഇപ്പൊ 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് 6 ഡിജിറ്റ് നമ്പർ ആണോ തരിക? അല്ല. 3 ഡിജിറ്റ് നമ്പറോ 4 ഡിജിറ്റ് നമ്പറോ ഒക്കെ തന്നു കഴിഞ്ഞാൽ 7ന് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഇല്ല. പക്ഷെ 6 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ, അതും എപ്പോ 6 ഡിജിറ്റും സെയിം ആണെങ്കിൽ, 6 തന്നെ വരണം എന്നല്ല കേട്ടോ പറയണേ. ഇവിടെ ഉദാഹരണം നോക്കിയേ, 8 8 8 8 8 8 6 തവണ 8 എന്ന് തന്നെ അങ്ങോട്ട് എഴുതിയേക്കുക. അതൊരു 6 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ലാക്ക് എന്ന് പറയുന്നത് വരുന്ന നമ്പർ ആണ്. 8,88,888 എന്ന് പറഞ്ഞ നമ്പർ ആണത്. അതിന് നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അതായത് 7ന് ഡിവിസിബിലിറ്റി ടെസ്റ്റ്, 11ന് നമുക്ക് വേറെ കുറച്ച് റൂളും കൂടി ഉണ്ടായിരുന്നു. 11ന് കുറച്ചും കൂടി റൂൾ ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു?
ഈവൺ നമ്പർ ആഡ് ചെയ്യുന്നത് ഓഡ് നമ്പർ ആഡ് ചെയ്യുന്നതും അങ്ങനെ ഒരു റൂളാണ് നമ്മൾ 11നെ പഠിച്ചത്. ഈവൺ സ്ഥാനത്ത് കിടക്കുന്ന ഒറ്റ സ്ഥാനത്ത് കിടക്കുന്ന ആ സംഖ്യയുടെ ഒറ്റ സ്ഥാനവും ഇരട്ട സ്ഥാനവും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് സെയിം ആണ് കിട്ടുന്നതെങ്കിൽ ആ നമ്പർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തോ അല്ല നമ്മൾ പഠിച്ചത്. ആ ഡിവിസിബിലിറ്റി ബൈ 11 ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. 7ന് മാത്രം അങ്ങനെ പ്രത്യേകമായിട്ട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ 7ന്റെ ഒരു കാര്യമാണ് പറയുന്നത്, ഒരേ നമ്പർ തന്നെ 6 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ 9 9 9 9 9 9 എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് മാത്രം മനസ്സിൽ വെക്കുക. അതിന് 7 കൊണ്ട് മാത്രമല്ല പറ്റുക, 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 13ന് നമ്മൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല അല്ലെ? നമുക്ക് 11 വരെയാണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഉള്ളൂ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഏതൊരു നമ്പറും 6 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ നമ്പേഴ്സിനെ നമുക്ക് 7 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് എന്താണ്? 8 8 8 8 8 8 8. 8ന് അതായത് 1 2 3 4 5 6 6 തവണ എഴുതിയേക്കുക. അതിന് നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടും. 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്, ഒരു നമ്പർ മെയ്ഡ് ബൈ റൈറ്റിംഗ് എ 2-digit നമ്പർ 3 ടൈംസ്, അതായത് ഒരു രണ്ടക്ക സംഖ്യേനെ 3 തവണ എഴുതാം. 93 ഒരു രണ്ടക്ക സംഖ്യയാണ് അല്ലെ? അതിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ എഴുതി 93, വീണ്ടും ഒരു പ്രാവശ്യം കൂടി 93. അപ്പൊ എത്ര 93നെ ഞാൻ ഒരുമിച്ച് എഴുതി? 1 2 3. അപ്പോ ഒരു രണ്ടക്ക സംഖ്യയെ 3 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലും ഈ നമ്പറും 7 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 കൊണ്ടും പറ്റും, 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് കുറച്ച് ഇതിനിപ്പോ എന്തുട്ട് എങ്ങനെ വെച്ചിട്ട് ആലോചിച്ച് പഠിക്കുക അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ അത് അത്ര കാര്യമായിട്ട് ആലോചിക്കണ്ട. ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരുവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് ഈ നമ്പർ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ മതി. അതായത് ഒരേ നമ്പറിനെ തന്നെ 6 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടോ, ഇനി ഒരു 2-digit നമ്പറിനെ 3 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താണ്? ഒരു 3-digit നമ്പറിനെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലും അതും നമുക്ക് 7ഉം 11ഉം 13. അപ്പൊ നോക്കിയ ഒരു 3-digit നമ്പർ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, 973 അല്ലെ? 973. അതിന്റെ കൂടെ വീണ്ടും എഴുതി 973. ഇത് രണ്ടും അടുപ്പിച്ച് 3-digit നമ്പറിനെ 2 തവണ, ഇത് 1 ഇത് 2 തവണ എഴുതിയിട്ട് കിട്ടുന്ന ഈ ഒരു 6-digit അക്കത്തും നമുക്ക് 7 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 6-digit നമ്പറിനെ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. 6-digit നമ്പറിന്റെ കാര്യം മാത്രമാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരേ നമ്പർ 6 വട്ടം എഴുതിയാലും അല്ലെങ്കിൽ ഒരു 2-digit നമ്പറിനെ 3 തവണ അടുപ്പിച്ച് എഴുതിയാലും 3-digit നമ്പറിനെ 2 തവണ അടുപ്പിച്ച് എഴുതിയാലും ഒക്കെയും നമുക്ക് 6 അക്ക സംഖ്യയല്ലേ അവസാനം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, എന്തായാലും ഓർത്ത് വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിങ്ങൾ മറ്റേ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി കണക്ട് ചെയ്ത് പഠിക്കണ്ട, ജസ്റ്റ് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതായത് ഒരു നമ്പറിനെ 6 തവണ റിപ്പീറ്റ് ചെയ്താൽ അതിനെ 7 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു 2-digit നമ്പറിനെ 3 തവണ റിപ്പീറ്റ് ചെയ്ത് 23 23 23 3 തവണ റിപ്പീറ്റ് ചെയ്തില്ലേ? 45 45 45. സെപ്പറേറ്റ് അല്ല കേട്ടോ, അതൊരു ഒറ്റ നമ്പറാ. ഇതിപ്പോ ഈ നമ്പറിനെ നമ്മൾ എന്താ പറയാ? 9,39,393. ഒരുമിച്ച് ഈ 3 എണ്ണത്തിന് ഇങ്ങനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത് പിന്നെ ഒരു 6 അക്ക സംഖ്യയാണ് അല്ലെ? അപ്പൊ ഞാൻ എഴുതി 45 45 45 എന്താ? 4,54,545. അത് 45 3 തവണ എഴുതിയതാണ്. അപ്പൊ ഇതിനെ നമുക്ക് 7 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 3-digit നമ്പർ 3 വട്ടം എന്ന് പറഞ്ഞു അല്ലെ?
നോക്കിയോളൂ 463. പിന്നെ വീണ്ടും 463. നമ്പർ എത്രയാ? 4,63,463. ഇതിനെ നമുക്ക് 7 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. എന്താണിത്? കുറേ സാധനങ്ങളൊക്കെ കമന്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ആ, വേറെ കമന്റ്സ് ഒന്നും വേണ്ട. നിങ്ങൾ എന്താ ഇത്രയും കാര്യങ്ങള് ഈ യൂട്യൂബിന്റെ മറ്റേ കീപാഡിൽ നോക്കിയിട്ട് ഇതൊക്കെയും സെലക്ട് ചെയ്ത് അയക്കാനിരിക്കുമ്പോ ഞാൻ ഈ പറയണ കാര്യം കേൾക്കുവോ നിങ്ങള്? കേൾക്കുവോ? കേൾക്കില്ല. നിങ്ങൾ ഇത് മുഴുവനും അത് ഇനി അത് ഇനി ഇത് ഇനി അത് ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാതിരിക്കുമ്പോ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ അതിലായിരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാട്ടോ. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇനി ഒരു എക്സാമ്പിൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ആ എക്സാമ്പിൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും പഠിച്ചിട്ട് വരിക. അപ്പൊ നമ്മുടെ 2 ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ ഓണപരീക്ഷ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വെക്കേഷനോട് കൂടി നമുക്ക് ഇവിടെ ഒരു എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനും നമ്മൾ എല്ലാവരും പ്രിപ്പയർഡ് ആവുക. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മള് നിങ്ങളെ ഹാർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്നും മാത്രമല്ലേ എടുത്തുള്ളൂ. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ ഹാർട്സ് തുടരണ്ട. ഈ ഒരു ഭാഗം മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അത് ക്ലിയർ ആയിണ്ടാവും വിചാരിക്കുന്നു. ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. എന്തായാലും ഇപ്പൊ ഇന്ന് പറയാൻ നേരമില്ല. എന്നാലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതൊന്നും കൂടെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ് സമയം ക്ലോക്കുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ തൊട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ഞാനൊന്ന് പറയാം അടുത്ത ക്ലാസ്സിൽ. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി ഇത് പറയണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ. ഇപ്പൊ ഇനി സമയമില്ലല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. സോ എല്ലാവർക്കും ബൈ.